വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ സുമോദ് ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വി.ഡി. സതീശൻ അനുകൂല വികാരം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിയോഗിച്ച എന്ന് വെച്ചാൽ ഒരു ഷാഡോ ഏജൻസിയെ നിയോഗിച്ചിരുന്നു. ആ ഷാഡോ ഏജൻസി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. കെ.സിയെ പിന്തുണക്കുന്ന എം.എൽ.എമാർക്കെതിരെ വികാരമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മലബാറിലാണ് ഇത്തരം വികാരം കൂടുതലെന്നും ആ ഏജൻസി വ്യക്തമാക്കുന്നു. സുമോദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വിവരം ബ്രേക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ സമയം നിരീക്ഷകർ വന്ന് എം.എൽ.എമാരുടെ അഭിപ്രായം തേടുന്നതിനൊപ്പം കേരളത്തിന് അടിത്തട്ടിൽ ഗ്രൗണ്ടിലെ വികാരം അറിയാൻ ഒരു ഏജൻസിയെ ഹൈക്കമാൻഡ് തന്നെ നിയോഗിച്ചു എന്നുള്ള വിവരം സുമോദ് തന്നെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ആ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വി.ഡി. സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് മലബാറിലാണ് കൂടുതലും ആഞ്ഞടിച്ചിരിക്കുന്നത്. വിജയിച്ച എം.എൽ.എമാർക്ക് പലയിടങ്ങളിലും സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായ പല ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എവിടെ ചെന്നാലും ഈ എം.എൽ.എമാർ നേരിടുന്നത് ഈ വി.ഡി. അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് പല എം.എൽ.എമാരോടും ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ എം.എൽ.എമാരുടെ എണ്ണം നോക്കി മാത്രമാണ് തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ ആ എം.എൽ.എമാരുടെ എണ്ണം നോക്കി മാത്രം കേരളത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ ഒരു നിലപാട് കൂടി തേടിയത്. അങ്ങനെയാണ് ഏജൻസികളെ നിയോഗിച്ചത്. അവരുടെ ഷാഡോ ഏജൻസി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കേരളത്തിൽ അവർ താഴെത്തട്ടിൽ നടത്തിയ ഒരു പഠനങ്ങളിൽ നിന്നും സർവേകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വി.ഡി. അനുകൂല തരംഗം കേരളത്തിലുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഭൂരിപക്ഷം എം.എൽ.എമാരും ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നേരിടുകയാണ്. അതായത് മലബാറിലെ എം.എൽ.എമാരാണ് ഇത്തരത്തിൽ കൂടുതൽ ശക്തമായ വെല്ലുവിളികൾ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നത്. ഇവരിൽ പലരും കെ.സിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന അംഗങ്ങൾ തന്നെയാണ്. പക്ഷേ അവർക്ക് പല സ്ഥലങ്ങളിലും എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഒരു സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ ഇവർ കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് വി.ഡി. എന്ന് പറയുന്ന ആൾ പലതരത്തിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ എത്ര കണ്ട് നിർണായകമാണ്